പാനൂരിൽ ഇന്നലെ രാത്രിയാണ് ബി.ജെ.പി. പ്രവർത്തകരുടെ വീട് അടിച്ച് തകർത്തത്. അത് CPM പ്രവർത്തകരായിരുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട 5 CPM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അക്രമത്തിൽ പരിക്കേറ്റവർ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ്. തെക്കേ പാനൂർ സ്വദേശി രജീഷിന്റെ വീടിന് നേരെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായത്. രജീഷിനെ മർദ്ദിക്കുന്നത് തടയാനായി ഭാര്യയും മക്കളുമൊക്കെ എത്തിയിരുന്നു. ഇവർക്കും മർദ്ദനം ഏറ്റുകയുണ്ടായി. എന്തായാലും ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, ആ വീടിന്റെ ദൃശ്യങ്ങൾ. KJ ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, ഈ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി അതറിയണം. ഇനി എപ്പോഴായിരുന്നു സംഭവം, എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നത്? ഇന്നലെ 8:30ഓടെയായിരുന്നു ഇത്തരത്തിൽ കണ്ണൂർ പാനൂരിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നത്. CPM പ്രവർത്തകർ BJP പ്രവർത്തകന്റെ വീട് പൂർണ്ണമായും അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തെക്കേ പാനൂർ സ്വദേശി രജീഷിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. രജീഷിനെ മർദ്ദിക്കുന്നത് കണ്ട് തടയാനെത്തിയ ഭാര്യയും മക്കളെയും ഈ CPMന്റെ പ്രവർത്തകർ മർദ്ദിച്ചിട്ടുണ്ട്. ഭാര്യയുടെ തലയ്ക്കാണ് നിലവിൽ പരിക്കേറ്റത്. ഇവർ നിലവിൽ തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ 4 പേരും ചികിത്സയിലാണ്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ ഒരു ഫ്ലെക്സുമായി ഉണ്ടായ തർക്കമാണ് തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിൽ എത്തി നിന്ന ദിവസം ഇത്തരത്തിൽ 8 മണിയോടെ വീട്ടിനുള്ളിൽ കയറുകയും വീട്ടിലെ ഉപകരണങ്ങളും മറ്റും അടിച്ചു തകർക്കുകയും രജീഷിനെ മർദ്ദിക്കുകയും അത് തടയാനെത്തിയ ഭാര്യയെ ഉൾപ്പെടെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പൊതുവെ നമുക്കറിയാവുന്ന കാര്യമാണ്. പാനൂർ മേഖലയിൽ സംഘർഷം CPMന്റെ നിരന്തര സംഘർഷം ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ്. കഴിഞ്ഞ 2 മാസം മുൻപും ഈ മേഖലയിലായിരുന്നു ബോംബ് നിർമ്മാണത്തിനിടെ ഒരു CPM പ്രവർത്തകൻ കൊല്ലപ്പെടുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും DYFIയുടെ നേതാക്കൾ അടക്കമുള്ളവർ അറസ്റ്റിലായ ഒരു മേഖലയാണ്. ആ മേഖലയിലാണ് വീണ്ടും ഇന്നലത്തോടെ തന്നെ BJP പ്രവർത്തകന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. സംഭവത്തിൽ 5 CPM പ്രവർത്തകർക്ക് നേരെ നിലവിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിന്റെ അന്വേഷണത്തിലാണ് നിലവിൽ പോലീസ്. അതോടൊപ്പം തന്നെ ഈ രജീഷിന്റെ ഭാര്യയുടെ തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. നിലവിൽ അവർ ചികിത്സയിലാണ്. അതോടൊപ്പം തന്നെ മേഖലയിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ പോലീസിനെയും അവിടെ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഈ നിരന്തരം ആ മേഖലയിൽ സംഘർഷങ്ങൾ തുടരുന്ന ഒരു സാഹചര്യം മാസങ്ങളായി തന്നെ ഉണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്ത് ബലം വരുന്ന സാഹചര്യവുമുണ്ട്. ആ സമയത്തും ഇത്തരത്തിൽ സംഘർഷം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലിലാണ് പോലീസ്. ശരി ശ്രീജിത്ത്.